ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ കുറച്ച് മത്സരങ്ങളെ കുറിച്ചാണ്. ഒരൊറ്റ മത്സരത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ എല്ലാ മത്സരം അവിടെ നിൽക്കട്ടെ. PSG-യും ചെൽസിയുമായിട്ടുള്ള മത്സരം അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ ആഴ്സണലും ലെവർകുസനായിട്ടുള്ള മത്സരം അവിടെ നിൽക്കട്ടെ. ബോർഡോ ഗ്ലിമിറ്റും സ്പോർട്ടിംഗ് സിപ്പൊക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് സംസാരിക്കേണ്ട റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി. റയൽ മാഡ്രിഡിന്റെ എന്താ പറയാ വാക്കുകളില്ല പറയാൻ വേണ്ടിട്ട്. ബീരങ്കിയും ബാലിസ്റ്റിക് മിസൈലും ബോംബൊക്കെ ആയിട്ട് ആക്രമിക്കാൻ വന്ന പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ ഒരു വാളുകൊണ്ട് ഫെഡെ വാൽവേർഡെ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് അറുത്ത് മുറിച്ച് മാറ്റി എന്ന് പറയില്ലേ, ആ അമ്മാതിരി ഒരു പരിപാടിയാണ് ചങ്ങായി ആ ഗ്രൗണ്ടിൽ കാട്ടിയത്. ഈ കളി നടക്കുന്ന മുമ്പ് റയൽ മാഡ്രിഡ് ഫാൻസ് വരെ വിജയിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു മത്സരമായിരിക്കും അവർക്ക് ഫൈനൽ 90 മിനിറ്റ് വിസിൽ 90 മിനിറ്റ് 45 മിനിറ്റ് ഹാഫ് ടൈമിന് പിരിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മത്സരം ഒരിക്കലും ഒരു റയൽ മാഡ്രിഡ് ഫാൻസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞാൽ ഇഞ്ചുറി ഇങ്ങനെ ഒരു സൈഡിൽ ഇഞ്ചുറി കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ഇഞ്ചുറി ഉള്ള ഒരു ടീം. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ക്വാഡ് ഡെപ്തും ബെഞ്ചായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കട്ട ഫോമിൽ നിൽക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി. രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ സമനിലയിലാണ്. രണ്ട് ടീമുകൾക്കും വിജയങ്ങൾ 5-5 പോയിട്ടുള്ള കാര്യമൊക്കെ ശരിയാണ്. ഇവിടെ എംബാപ്പെ ഇല്ല, ബെല്ലിംഗ്ഹാം ഇല്ല, റോഡ്രിഗോ ഇല്ല, ഒരുപാട് പേര് പരിക്കായിട്ടില്ലാതെ കളിക്കുകയാണ്. അതും റയലിന്റെ ഹോം ഗ്രൗണ്ടിലാണ് പറഞ്ഞ പോലെ ഒന്ന് ആലോചിക്കണം. അപ്പൊ എത്രത്തോളം പ്രഷർ ഉണ്ടാവുന്ന റയൽ മാഡ്രിഡ് ഫാൻസിനും എത്രത്തോളം പ്രശ്നം. അത് കാരണം വലിയ തള്ളിമറിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഫാൻസുകാര്. ഇപ്പൊ കളി കഴിഞ്ഞപ്പോ മോനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കുകയാണ് ഫെഡെ വാൽവേർഡെ. എന്റെ മോനെ എന്ത് കളിയാടോ. നമ്മൾ വിചാരിച്ചു ആ കളി തുടങ്ങിയ ഫസ്റ്റ് 20 മിനിറ്റിൽ ആ ഗോൾ അടിക്കുമ്പോൾ ആ ഒരു ഗോളല്ലേ എന്ന് വിചാരിച്ചുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഗോള് 45 മിനിറ്റ് ഹാഫ് ടൈമിന് പിരിയുന്ന മുമ്പ് കിടിലൻ മൂന്നാമത്തെ ഗോള്. ആ ഗോളിലേക്കൊക്കെ വരാം അത് പറയാതിരിക്കാനോ എവിടെയും പോകാൻ പറ്റില്ല. അതിന്റെ കൂടെ വിനീഷ്യസ് ജൂനിയർ ആ പെനാൽറ്റി കൂടി മിസ്സാക്കിയില്ലെങ്കിൽ 4-0 ഏകപക്ഷീയമായ വിജയം. ഇപ്പൊ തന്നെ ഹാട്രിക്കാണ് വാൽവേർഡയുടെ. ആ ഒരു ഒറ്റ ഹാട്രിക്കിലാണ് ഇന്ന് കളി. അതും വാൽവേർഡ് ഹാട്രിക് അടിച്ചത് കൊണ്ട് മാത്രമല്ല കളി. ഓരോ പ്ലെയേഴ്സും അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസും ടീം വർക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഈ അടുത്ത കാലത്തൊന്നും റയൽ മാഡ്രിഡിന്റെ ഇത്ര മാത്രം ഇംപ്രഷൻ, എന്താ പറയാ, ഒരു അഗ്രഷനും അതേപോലെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കളി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞാൽ ഈ കളി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള എന്നുള്ള കാര്യം തന്നെയാണ് അവർക്ക് ഏറ്റവും വലുത്. എന്താ പറഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഇതില് പുറത്താവുന്നുള്ള ചാൻസ് വരെ ഫാൻസുകാർ വരെ എഴുതിത്തള്ളിയ റയൽ മാഡ്രിഡാണ് ഇപ്പോ ഇമാതിരി ഒരു കളി. ഹാഫ് ടൈമിൽ പിരിയുമ്പോൾ 3-0 പിരിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കളി സിറ്റിക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. എന്താണ് ഈ സിറ്റി ഉഴുതു മറിച്ചതെന്ന് ഗ്രൗണ്ടിൽ ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു പെപ്പ് കാര്യമായിട്ട് പ്ലേയേഴ്സ് നിർദ്ദേശമൊന്നും കൊടുത്തില്ല. റയൽ മാഡ്രിഡ് അല്ല, അവര് ഫുള്ള് പരിക്കായി കിടക്കുന്ന ഒരു സൈഡാണ്. അവിടെ പോയിട്ട് 3-4 ഗോൾ അടിച്ചിട്ട് പിന്നീട് ചങ്ങായിമാരെ എന്ന് പറഞ്ഞു വിട്ടിരുന്നു. ഒരു ടാക്ടിക്സും ഇല്ലാണ്ട് ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ കിളി പാറിയ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. രണ്ട് വിങ്ങുകളിലൂടെ ഒരു സൈഡ് മറ്റേ ചങ്ങായാണെങ്കിൽ ഈ സൈഡ് സെമീനോയും ഡോക്കോയും, ഇവര് രണ്ടാളും വിങ്ങുകളിലൂടെ ഇങ്ങനെ കുറെ കൊണ്ടുവരുന്നുണ്ട്. ബോൾ ട്രിബിൾ ചെയ്യുന്നുണ്ട്. അവിടെ റയൽ ഡിഫൻസിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾ കീപ്പറിന്റെ മേലെ തട്ടിയിട്ട് പിരിയാണ്. ഇതിന്റെ അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും റയൽ മാഡ്രിഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സെൻട്രലൊന്നും കളിയില്ല. റോഡ്രി ആരായിക്കോട്ടെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ചങ്ങായിമാരിട്ട് അതും അവർക്ക് വല്ല സപ്പോർട്ടായിട്ട് പോകുന്നുണ്ട് ആരെങ്കിലും, അതുമില്ല. ഡോക്കോന്റെ കയ്യിൽ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഓഫ് ദ ബോളിൽ ഇങ്ങനെ നിൽക്കുക. ആ ബോൾ റിക്കവറി എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഓവർ കം ചെയ്യാനോ ഒന്നിനുമില്ല. ആ ഡോക്കോ കൊണ്ടുപോകുന്നുണ്ട്, പെനാൽറ്റി ബോക്സിനുള്ളിൽ പോയിട്ട് ക്രോസ് കൊടുക്കുമ്പോൾ അവിടെ ആരെയും വേണ്ടേ. റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന്റെ കാല് തട്ടിയിട്ട് പോകുന്നു, ഡിഫൻസിൽ തട്ടി പോകുന്നു, അല്ലെങ്കിൽ ആ ബോൾ അങ്ങനെ കോർണറിലേക്ക് ഔട്ടിലേക്ക് പോവാണ്. വേറെ ഒരു പിണ്ണാക്കും ഇവന്മാരെ കൊണ്ട്. ഹാലൻഡൊക്കെ കളിക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ആ മുർബിഷ് ചങ്ങായി സെക്കൻഡ് ഹാഫിൽ കുറച്ചു നേരം സബ്സ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ അങ്ങനെയാണ് കുറച്ചു നേരം ബോൾ കാലിൽ കണ്ടത്. അതേപോലെ ഫെർണാണ്ടോ സിൽവ എന്ത് കളിയാണ് ചങ്ങയൊക്കെ കളിച്ച്. മൊത്തത്തില് ഡിഫൻസിൽ നോക്കിക്കോട്ടെ. ഡോണറൂമിന്റെ കാര്യം ഒന്നും പറയണ്ട. ഡോണറൂമിനെ ആ ഒരു പെനാൽറ്റി ബോക്സിൽ കിടന്ന് ഉഴുതു മറിച്ചിട്ടാണ് ആ ഫസ്റ്റ് ഗോളൊക്കെ വന്നിട്ടല്ലോ. കോർട്ടോന്റെ അസിസ്റ്റിലാണ് ആ ഗോള് വരുന്നത്. കോർട്ടുവ പെനാൽറ്റി ബോക്സിൽ നിന്ന് തൊടുത്ത ഗോള് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെൻട്രൽ ലൈൻ കടന്നിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ചങ്ങായിണ്ടല്ലോ ഡിഫൻഡർ, എന്തോ തിരച്ചങ്ങോട്ട് 2 മിസ്റ്റേക്കുകളാ. ആ സമയത്ത് വാൽവേർഡിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വലിച്ചു ചെയ്ത ഒരു യെല്ലോ കാർഡല്ലേ. വാൽവേർഡെ കൊണ്ടുപോയിട്ട് എവിടെ ഗോൾ അടിക്കാൻ പറഞ്ഞൊരു വിട്ടതാ. എന്റെ പൊന്നോ, എമ്മാതിരി പോക്കാ പോയത്. ആ ഒരു ലാസ്റ്റ് ടച്ച് ഉണ്ടല്ലോ ഡോണറൂമിനെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് ആ ടച്ച് ചെയ്ത് ആ ഒരു പൊസിഷനിൽ ആ ഒരു ക്രോസ് വിട്ടില്ലേ, എന്ത് ഗോള്, ഒരു രക്ഷയില്ല. രണ്ടാമത് ഗോള് ഒരു പ്രതീക്ഷിക്കാണ്ട് വന്ന് വിനീഷ്യസിന്റെ അറ്റാക്കിങ്ങില്
ബ്രൈൻ ഡിയാസാണ് തോന്നുന്നു. ബ്രൈൻ ഡിയാസ് ആ ചിപ്പ് ചെയ്ത് വരുന്ന ബോളാ, അതങ്ങോട്ട് കിട്ടി. ആ ഒരു ഫസ്റ്റ് ടച്ച് എടുത്ത് ആ ഒരു രണ്ടാമത്തെ ടച്ച് കിട്ടിയിട്ട് അടിച്ച് കയറ്റുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല മോനെ. എനിക്ക് ആ ഗോളുകളൊക്കെ കണ്ടിട്ട്, നമ്മളൊരു ബാഴ്സ ഫാനാന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്, പക്ഷെ കളികള് നല്ല കളികൾ കണ്ട് അത് ആസ്വദിക്കുകയും ചെയ്യണം. അതിനെ കുറിച്ച് കുറച്ച് പറയുമ്പോൾ അത് ഏത് ഫാൻസ് ആയാലും, അത് ബാഴ്സയുടെ ആയിക്കോട്ടെ, റയലിന്റെ ആയിക്കോട്ടെ, ഇനിയിപ്പോ ആഴ്സണലിന്റെ ആയിക്കോട്ടെ, ഏത് ടീമിന്റെ ആയിക്കോട്ടെ, കളി നല്ലത് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുക, ഒരു സൈഡ് ബെഞ്ചില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരെ പുതിയ പ്ലേയേഴ്സിനേക്ക് ഇറക്കിയിരിക്കുന്നത്. ആ ഓറേലിയുടെ മിസ്റ്റേക്കിലാണ് ഈ 2 ഗോളുകൾ ആദ്യത്തെ വീഴുന്നത്. അതേപോലെ ഒരു കിടിലൻ ചാൻസ് കിട്ടുന്ന ചങ്ങായിക്കാണ്, ആ ഒരു റയൽ മാഡ്രിഡിന്റെ ഒരു ഡിഫൻഡർ ഉണ്ട്, എന്താ പേര്, ചങ്ങായിന്റെ പേര് ഓർമ്മയില്ല. ആ ചങ്ങായിയുടെ ആ ഒരു പെനാൽറ്റി ബോക്സ് വെച്ചിട്ട് ഒന്ന് ട്രിപ്പിൾ ചെയ്യാൻ നോക്കിയാണ്. ആ സമയത്ത് പെട്ടെന്നുള്ള ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ എവിടെ നിന്നാണ് ഈ കോട്ട് പറയുന്ന ചങ്ങായിയുടെ കാല് വന്നിട്ട് ആ സേവ് ചെയ്തെന്ന് ഒരു പിടിയില്ല. അതേപോലെ വിനീഷ്യസിന്റെ ആ ഒരു പെനാൽറ്റി ഓവർ കോൺഫിഡന്റ് ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെ കട്ടി അടിച്ചത്. സിമ്പിളായിട്ട് ഡോണറൂമ തടുത്തിട്ടു. ഡോണറൂമിനൊക്കെ ശരിക്കും എന്താ പറയാ ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. എന്താന്ന് ചെയ്യാ, ഡോണറൂമിക്കൊന്നും ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥയാണ്. ആ രണ്ടാമത്തെ ഗോളൊക്കെ ആ പോയ പോക്കുണ്ടല്ലോ, സേവ് ചെയ്യാൻ ഡൈവ് ചെയ്തിട്ട് കഴിയാത്തൊരു അവസ്ഥയുണ്ടല്ലോ ഒരു ഗോൾ കീപ്പർക്ക്. പക്ഷെ അപ്പൊ തന്നെ 3 ഗോളുകളൊക്കെ വഴങ്ങി ലോകോത്തര ഗോൾ കീപ്പർ. ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, കോർട്ടുവ വേഴ്സസ് ഡോണറൂമ എന്നെ മത്സരം തന്നെ പറഞ്ഞു. പക്ഷെ ഡോണറൂമ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ആ ഫസ്റ്റ് ഗോള് വന്നത്, സെക്കൻഡ് ഗോൾ ഡൈവ് ചെയ്ത് പോയ, തേർഡ് ഗോൾ എല്ലാം ഒന്നും പറയാനില്ല. പിന്നെയും ഭാഗ്യം കൊണ്ടാണ് 1-2 ഗോളൊക്കെ ചാൻസുകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഡോണറൂമ 1-2 സേവുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഡിഫൻസ് എന്താ കാട്ടുന്നത് അറിയില്ല. ആ ഒരു ബ്രൈൻ ഡിയാസിനൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിഫൻസിന്റെ മിസ്റ്റേക്ക് കൊണ്ട്. ഭാഗ്യം കൊണ്ടത് പെനാൽറ്റി ആയില്ല, ഭാഗ്യം കൊണ്ടത് ഡിഫൻസ് ചെയ്ത് പോയി എന്നാണ്. അല്ലെങ്കിൽ 4-5 ഗോൾ കയറേണ്ടതാണ്. അങ്ങനെ വിനീഷ്യസിന്റെ ആ പെനാൽറ്റി, അത് എന്താ പറയാ, അതാണ് ആകെ കളിയുടെ ഒരു ചെറിയൊരു മോശം എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ സൈഡും വിങ്ങുകളായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, റോഡ്രിഗറൊക്കെ എന്റെ പൊന്നോ, ആ ഒരു പാഷനേറ്റ് ഉണ്ടല്ലോ. എന്ത് തന്നെ ഉണ്ടും തള്ളും കുത്തൊക്കെ ആണെങ്കിലും അത് വേറെ ലെവൽ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇവിടെ ഹാലൻഡ്, അതേപോലെ ചെർക്കിയൊക്കെ ഹാഫ് ടൈം സെഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലെജൻഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഫെർണാണ്ടസ് സിൽവ, അതേപോലെ റോഡ്രിഗോ. ഇവരൊക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ എന്താ ചെയ്യുന്ന പറഞ്ഞാല്, ബോൾ കിട്ടിക്കഴിഞ്ഞാൽ കാലിൽ ഹോൾഡ് ചെയ്യുക, പിന്നെ പതുക്കെ മെല്ലെ ഫോർവേഡ് മുന്നിലോട്ട് പോയിക്കൊണ്ട് പിന്നെ അവസാനം ഡോക്കോയിലേക്കോ അല്ലെങ്കിൽ സെവിനിലേക്കോ ഇവർക്ക് രണ്ടാൾക്ക് പാസ് കൊടുത്തിട്ട് ഇവരങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. എന്താ പറഞ്ഞാല് ഡിഫൻസ് ചെയ്യുക. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് ആ ഒരു മെന്റാലിറ്റിയാണ് കളിക്കാൻ വന്നത് പെപ്പ്. ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ആണ് എനിക്ക്, ഫസ്റ്റ് ഒരു 10 മിനിറ്റ്, അവസാനത്തെ ഒരു 5 മിനിറ്റ് അതേ ഉള്ളൂ സിറ്റി കളിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കളി റയൽ മാഡ്രിഡ് ഇന്ന് പണി വാങ്ങിക്കുന്നു വിചാരിച്ചു. പക്ഷെ ആ ഒരു 10 മിനിറ്റ് ശേഷം പിന്നെ കളി റയൽ വരുതിയിലാക്കി. കിട്ടുന്ന അവസരങ്ങളൊക്കെ കൗണ്ടർ കളി, എമ്മാതിരി സ്പീഡ് അറ്റാക്കിങ്, അതേപോലെ ബോൾ റിക്കവറി, അതേപോലെ പാസിംഗ് അക്രോസ് ഒക്കെ എമ്മാതിരി പാസ്സാണെന്ന് അറിയോ. എങ്ങനെ ഇട്ടല്ലോ റയലിന്റെ കാലിലെ ബോള്, അതിപ്പോ സിറ്റി ഇട്ട് കൊടുത്താലും റയൽ ഇട്ട് കൊടുത്താലും റയലിന്റെ കാലിലെ ബോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ കളിച്ചതിൽ 25 ഗോളുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 24 ഗോളുകളാണ് റയൽ മാഡ്രിഡ് അടിച്ചിട്ടുള്ളത്. അപ്പോ ഒരു എഡ്ജ് ചെറുതായിട്ട് സിറ്റിയുടെ പുറത്തായിരുന്നു, അത് ഇന്ന് തീർത്തു കൊടുക്കുന്ന 3 ഗോള്. ഇനി സെക്കൻഡ് ലെഗില് റയലിന്റെ ഹോം ഗ്രൗണ്ട് ഇത്തിഹാദിൽ പോയിട്ട് തോന്നുന്നുണ്ടോ സിറ്റി കംബാക്ക് അടിച്ച് മറ്റേ റൊമോട്ടോടെയൊക്കെ അടിച്ച് തിരിച്ചു വരും തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നില്ല. എന്താ 1-2 ഗോൾ അടിക്കും, പക്ഷെ റയലും അടിക്കും 1-2 ഗോളുകൾ. അവർക്ക് എവേ ഹോം ഒന്നുമില്ല. ഏത് ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാല് അതിനിപ്പോ ആരില്ലാണ്ട് നോക്കിക്കോ. ബെല്ലിംഗ്ഹാം ഇല്ല, എംബാപ്പെ ഇല്ല, റോഡ്രിഗോ ഇല്ല, അറ്റാക്കിംഗ് ട്രയോണുള്ള ഇല്ലാത്തത്. ആർദ ഗുലാറിനെയൊക്കെ വെച്ചിട്ടാണ് സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചിരിക്കുന്നത്. വിങ്ങില് ഒരു വിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ വാൽവെർഡെ ആണ്, ഒരു വിങ്ങില് നമ്മുടെ വിനീഷ്യസും. ആ വാൽവെർഡെ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഈ വാൽവെർഡിനെ കണ്ടപ്പോ ഇവർ അത്ര നിസ്സാരായി കണ്ടിട്ടുണ്ടാവും. ചങ്ങായി ഡിഫൻസ് കളിക്കുന്നല്ലേ, ചങ്ങയുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്താ കുമ്പിടിയാണോ? ഡിഫൻസ് നോക്കിയാൽ ഡിഫൻസിലുണ്ട്, മിഡിൽ നോക്കിയാൽ മിഡിലുണ്ട്, വിങ്ങില് അറ്റാക്കിംഗ് നോക്കിയാൽ അറ്റാക്കിങ്ങിലുണ്ട്, ഗോൾ അടിക്കാനുണ്ടോ അവിടെ ഉണ്ട് ഹാട്രിക്. കുമ്പിടിയുടെ അപ്പുറം എന്ന് പറയില്ല, അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു മാൻ ഓഫ് ദി മാച്ച് കൊടുത്താൽ പോരാ, 2 എടുത്ത് കൊടുക്കണം. ആകെ 10 കളിയിൽ 3 ഗോൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ. അത് ഇന്നാണ് 3 അടിച്ചിരിക്കുന്നുള്ള. 9.7 ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. 9 അല്ല, 10 ഔട്ട് ഓഫ് 10 തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടില്. ആ അവസാനം ഇഞ്ചുറി ടൈമിൽ കഴിയാനായി നിൽക്കുന്ന സമയത്ത് ആ മുർമിഷ് ചങ്ങായി അവിടെ അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ആ ചങ്ങായിയുടെ കയ്യിൽ നിന്ന് കിടന്ന് ഉഴുതു മറിഞ്ഞിട്ട് ആ ബോൾ എടുത്തിട്ട് വാൽവേർഡെ ഒരു പോക്ക് പോകുന്നുണ്ട്. എന്താ ആ ഒരു എനർജി, ആ ഒരു പാഷൻ, ആ ഒരു ബാഡ്ജിനോടുള്ള ആ ഒരു എന്താ പറയാ അടങ്ങാത്ത ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയാണ് ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടത്. റയൽ മാഡ്രിഡ് ഫ്രാൻസിന്റെ എല്ലാവരുടെയും ആ ഒരു മെന്റാലിറ്റിയും ആ ഒരു
കാര്യങ്ങളൊക്കെ ഇന്ന് അവർക്ക് സിറ്റിക്കെതിരെ ഇന്ന് ബെർണബോയിൽ വെച്ചിട്ട് അടച്ചിട്ട സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 1, 2, 3 ഗോൾ ലീഡിൽ വിജയിക്കണം. ഇത്തിഹാദിൽ പോയിട്ട് എന്തോ ആയിക്കോട്ടെ, അത് ഈ ഒരു വിജയത്തിൽ അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായി. ഇത്തിഹാദിൽ പോയിട്ട് അവർക്ക് ജയിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഡിഫെൻഡ് ചെയ്തില്ലേ, ഇതേപോലെ അവിടെ പോയിട്ട് ഡിഫെൻഡ് ചെയ്യും. കിട്ടുന്ന കൗണ്ടറിൽ 1, 2 ഗോൾ അടിക്കാൻ ശ്രമിക്കും. സിമ്പിൾ. അപ്പൊ എന്തായാലും സിറ്റിയുടെ കാര്യം കുറച്ച് പരിചയം തന്നെയാണ്. ഇപ്പൊ ഡോണറുമ വെല്ലുവിളിച്ചിട്ടുണ്ട് ദിസ് ഇസ് നോട്ട് ഓവർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഓവർ തന്നെയാണ്. സിറ്റിക്ക് ഇന്ന് 1, 2 ഗോൾ തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെയാണ്. ഒരു പെണ്ണാക്കും കഴിഞ്ഞിട്ടില്ല. ബോള് കൺട്രോൾ ചെയ്യാൻ വരെ കഴിയാത്തവരാണ് ഗോൾ അടിക്കുന്നത്. ഹാലൻഡിനെ എനിക്ക് തോന്നുന്നു പോസ്റ്റിന്റെ ബാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കോർട്ടോയുടെ ബാക്കിലോ എവിടെയാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ടേ ഇല്ല. അവസാനം കളി കഴിഞ്ഞ് പോകുമ്പോൾ ഡ്രസ്സൊക്കെ കൂടി നടക്കുന്ന അല്ലാതെ വേറെ കണ്ടിട്ടേ ഇല്ല സംഭവം. അതേ സമയത്ത് ഒരു സ്ട്രൈക്കർ വരെ ഇല്ലാതെയാണ് റയൽ മാഡ്രിഡ് 3 ഗോൾ അടിച്ചെന്ന് ആലോചിക്കണം. അതാണ് റയൽ മാഡ്രിഡിന് ആരില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ ആ ഒരു മാലാഖയുടെ രൂപത്തിൽ അവതരിക്കുന്നുള്ള കാര്യമാണ് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ. ആ ലീഗിലൊക്കെ ചെറിയ ഗത്താഫയും മറ്റേ ഇവരൊക്കെ വന്ന് കൊട്ടിട്ട് പോവാണ്. ഇവിടെ ടോപ്പ് ക്ലാസ് മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെ ഒരു ടീം വന്നിട്ടാണ് ഇമാതിരി പണി. എന്താ പറയാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലേ അങ്ങനത്തെ ഒരു കളിയാണ് ആ ഫസ്റ്റ് ഹാഫിൽ എടുത്തത്. ആ അറ്റാക്ക് കളി മതി. പിന്നെ വിനീഷ്യസിന്റെ ഒക്കെ കിട്ടില്ല അറ്റാക്കുകള്. ബ്രൈൻ ഡിയാസിന്റെ എടുത്ത് പറയാൻ 1-2 ചാൻസുകൾ ഡോണറുമ സേവ് ചെയ്തതും ഒക്കെ ആണ്. പക്ഷെ ഈ ചങ്ങായിയുടെ കളി ഉണ്ടല്ലോ, ആ മൊറോക്കോക്കെതിരെ ആഫ്രിക്കൻ കപ്പിൽ കളിച്ച അതിന്റെ ബാക്കി ഇവർക്കൊക്കെ ഇപ്പൊ കിട്ടിയ അവസരമാണ് ശരിക്കും. ഇപ്പൊ ആ എൻട്രിക്കും കൂടി ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ചങ്ങായിനെ വെറുതെ ലോണിൽ വിട്ട് അവിടെ പോയിട്ട് ഗംഭീര കളിയെ കാഴ്ചവെക്കുന്നത് ആ ചങ്ങായിനെ ലോണിൽ വിട്ടതാണ്. അല്ലെങ്കിൽ ആ ചങ്ങായിക്ക് ഇപ്പൊ സുവർണ അവസരങ്ങളാ. അപ്പൊ ഇനി 17-ാം തീയതിക്ക് കാത്തിരിക്കാം എന്താ സംഭവിക്കാം. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്ത് തേങ്ങയാണ് സിറ്റിയുടെ സ്റ്റാറ്റസിലുള്ളത് നോക്കേണ്ടത് നമുക്ക്. റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിലെ സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ 11 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് എടുത്തിട്ടുള്ളത്. അതിൽ 7 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഉള്ളതാണ്. അതിൽ 3 എണ്ണം ഗോളാക്കി മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. ആ 7 ഷോട്ടിൽ 5 എണ്ണം വാൽവേർഡെ അടിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം. എന്താണ് ഈ ചങ്ങായിയുടെ ഇന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, 100-ൽ 200% ആണെന്ന് ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതും ഫുൾ ടൈം കളിച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ അവിടെ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഇഞ്ചുറി അവിടെ കിടന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കിയാൽ 9 ഷോട്ടുകൾ, അതിൽ 5 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. ആ 5 എണ്ണം വലിയ കാര്യമൊന്നുമില്ല, ദുർബലമായ ഷോട്ടുകളൊക്കെ തന്നെയാണ്. അതിൽ 2 സേവുകൾ കിട്ടില്ല കോർട്ടുവ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കോർട്ടുവ അത് അവർക്ക് ഗോൾ കീപ്പറിൽ അതൊരു വിശ്വാസമാണ്. അവരുടെ ഡിഫൻസ് പൊട്ടിയാലും മിഡ് പൊട്ടിയാലും അവിടെ കോർട്ട് വന്ന് ഗോൾ കീപ്പർ മാറി കടന്നിട്ട് വേണം ആ ഗോൾ പോസ്റ്റിന്റെ വല ചലിപ്പിക്കണം എന്നുള്ള കാര്യം ആലോചിക്കണം. 42% പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റയൽ മാഡ്രിഡ് കയ്യിൽ. അവിടെ നോക്കണേ 58%. ഇങ്ങനെ കുറേ നേരം ബോൾ ഉരുട്ടി കുറിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് കളി കണ്ട മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി കണ്ട പഴയ ഒരു ബാഴ്സലോണ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബോൾ ഉരുട്ടി റിവേഴ്സ് ബാക്കിൽ കൊടുത്ത് ഇങ്ങനെ ഒരു കളിയുള്ള ബാഴ്സലോണയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. 1, 2, 3 സീസൺ. ഏത് സീസണാണെന്ന് പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അപ്പോ ആ ഒരു കാലഘട്ടത്തെയാണ് ഇപ്പൊ സിറ്റി ഈ ഒരു 2026 അനുസ്മരിപ്പിക്കുന്നത്. ചില കളികൾ നല്ല കളി കളിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോ അവസാനം ന്യൂകാസലിനെതിരെയൊക്കെ 3-1 വിജയമാണ്. ആ കളി കാണണം. ഈ പാര കളിയാ. ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചറിയണം. എന്താണ് പെപ്പിനോട് എന്താ പറ്റിയെന്ന്, അത് നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെന്ന്. അങ്ങനെ അടുത്തത് നോക്കുകയാണെങ്കിൽ പാസിംഗ് അക്യുറസിയാണ്. 86% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്. അവിടെ 92% പാസിംഗ് അക്യുറസി ഒക്കെ ഭയങ്കരമാണ് സിറ്റിക്ക്. 368 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 556 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. 11 ഫൗൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 11 ഫൗൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡ് മാഞ്ചസ്റ്റർ സിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന് യെല്ലോ കാർഡൊന്നും ഇല്ല. ഒരു ഓഫ് സൈഡ് മാത്രമേ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. റയൽ മാഡ്രിഡിന് ഒരൊറ്റ കോർണറാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കും ഒരൊറ്റ കോർണർ കിട്ടി, പക്ഷെ ഇപ്പുറത്ത് ഒരു 0 ഉണ്ടായിരുന്നു. 10 കോർണർ കിട്ടിയിട്ട് നിങ്ങൾ ഒരു ഗോൾ അടിച്ചില്ലെങ്കിൽ അവിടെ ആ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിന് കൊടുക്കണ്ടേ ഒരു 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 10 മാറ്റി. എന്താ പറയാ, 10 കോർണേഴ്സിൽ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ഇത് കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ PSG വീഡിയോ ഇല്ല, ചെൽസിയുടെ വീഡിയോ ഇല്ല, ആഴ്സണലിന്റെ വീഡിയോ ഇല്ല, ഒരു വീഡിയോ ഇല്ല. ഇന്ന് റയൽ മാഡ്രിഡ് ഫാൻസിന് മാത്രമുള്ളതാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാല് എങ്ങനെയാ പറയാതിരിക്കുക. അത്ര നല്ലൊരു കളി ചാമ്പ്യൻസ് ലീഗിൽ എഴുതി തള്ളിയതാണ്. റയൽ മാഡ്രിഡ് ഫാൻസുകാരെന്ന് പറയണം, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഒരുവിധം ഫാൻസുകളൊക്കെ അവര് ഓക്കെയാണ്, അവരെപ്പോഴും റയലിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതാണ്. അവര് ഏത് തന്നെ നോർമലായ സാഹചര്യത്തിലാണ്, എത്ര മോശം സാഹചര്യം റയലിന് വിട്ടുകൊടുക്കില്ല. പക്ഷെ നോർമലായിട്ടൊരു ഫുട്ബോൾ ഫാന് ഒരിക്കലും ഇന്ന് റയൽ മാഡ്രിഡ് ഈ ഒരു കളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സിറ്റിയെ പോലെ ടീമിനോട്. അതായത് സിറ്റിക്ക് നൈസായിട്ടൊരു പണി. അപ്പോ അടുത്ത മത്സരം ഇതിൽ വിജയിച്ചിട്ട് പോകുന്നത് ബയൺ മ്യൂണിക്കാണ്. അപ്പൊ ഈ പോക്ക് പോവുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ സൂക്ഷിക്കണം. ആ സൂക്ഷിച്ചില്ലെങ്കിൽ റയൽ മാഡ്രിഡ് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ചെറിയ ഏതെങ്കിലും ടീമുകളുടെ കൂടെ ഒക്കെ പൊട്ടുന്നല്ലാതെ 9 വരുമ്പോൾ അവർ ഫൈറ്റ് കൊടുക്കും. ഇനിയിപ്പോ എംബാപ്പെ അടുത്ത ലീഗിൽ ഉണ്ടാവും.
എനിക്ക് തോന്നുന്നു എംബാപ്പെ ഇല്ലാതെ കളിക്കുന്നതാണ് കുറച്ചുകൂടെ റയൽ മാഡ്രിഡിന് കുറച്ചുകൂടെ സെക്യൂറും സേഫ്റ്റി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.